ഇയാൾ ഇതുവരെ പോയില്ലേ? അപ്പോൾ സംഗതി കുറച്ച് ഗുലുമാലാണല്ലോ. നോക്കാം. ആ, മൈക്കിൾ സാർ ഇതുവരെ പോയില്ലായിരുന്നോ? എന്താ സാറേ, മദറിനെ കണ്ടില്ലേ? കണ്ടു. പിന്നെ മദർ ഒരിടം വരെ പോയിരിക്കുക. അതെവിടെ? തരകസാന്റെ വീട്ടിലേക്കാണോ ക്ലാര കുഞ്ഞിനെ കാണാൻ? അപ്പോ സംഗതി അത് തന്നെ. എങ്കിൽ പിന്നെ സാറിനും കൂടി മദറിന്റെ കൂടി അങ്ങോട്ട് പൊക്കിവിടായിരുന്നോ? കയ്യോടെ കാര്യം അറിയായിരുന്നല്ലോ. ഫിലിപ്പോസ് എന്താ ഉദ്ദേശിക്കുന്നത്? എന്റെ സാറേ, എന്നെ ഒന്നും ഒളിക്കാൻ നോക്കണ്ട. ഒക്കെ എനിക്കറിയാം. അല്ലെങ്കിൽ പിന്നെ മദർ ഇപ്പൊ വാണം വിട്ടോലെ പായുമോ? ഫിലിപ്പോസ് കരുതുന്ന പോലെ അല്ല കാര്യങ്ങൾ. എല്ലാം ഫിലിപ്പോസ് കരുതുന്നത് പോലെ വരൂ. അങ്ങനെ കണ്ടുവരാറുള്ളത്. ആ, ദേ വന്നല്ലോ. മുഖം കണ്ടിട്ട് സംഗതിയേറ്റ ലക്ഷണമില്ല. ശരി. എന്തായി മദർ? എന്നാ ഞാനിത് അകത്തോണ്ട് വെക്കട്ടെ മദർ. അതാരെങ്കിലും പറഞ്ഞിട്ട് വേണോ? അല്ല, എന്നാലും നടക്കട്ടെ നടക്കട്ടെ. എന്തു ചുറ്റിക്കളിയാണെങ്കിലും ഫിലിപ്പോസ് അറിയും. ക്ലാരെ കണ്ടോ മദർ? ക്ലാര എന്തു പറഞ്ഞു? ഒക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. തൽക്കാലം മൈക്കിൾ ഇപ്പോൾ സമാധാനമായിട്ട് വീട്ടിലേക്ക് പോ. ക്ലാര എന്താ പറഞ്ഞതെന്ന് എന്താണെങ്കിലും തുറന്നു പറഞ്ഞോളൂ മദർ. അവസാനത്തെ ആശ്രയം എന്ന നിലയിലാണ് ഞാൻ മദറിനെ വന്ന് കണ്ടത്. മദർ എനിക്ക് വേണ്ടി ഇത്രയും ചെയ്യുകയും ചെയ്തു. അതിലെനിക്ക് നന്ദിയുണ്ട്. ക്ലാര ഇനി എന്തു പറഞ്ഞു എന്ന് പറഞ്ഞാലും മദർ അതിൽ വിഷമിക്കുകയും വേണ്ട. മൈക്കിൾ കരുതുന്ന പോലെ ഒന്നുമില്ല. ഏതായാലും ഇത്രയും നാൾ ക്ഷമിച്ചില്ലേ, ഇന്നൊരു ദിവസം കൂടി മൈക്കിളിന് ക്ഷമിച്ചുകൂടെ? പ്രതീക്ഷയ്ക്ക് വകയുണ്ടെങ്കിൽ ഇന്ന് ഒരു ദിവസമല്ല, ഈ ജന്മം മുഴുവൻ ക്ഷമിച്ച് കാത്തിരിക്കാൻ ഞാൻ ഒരുക്കമാണ്. ക്ലാര നാളെ ഇങ്ങോട്ട് വരാമെന്ന് ഏറ്റിട്ടുണ്ട്. മൈക്കിളും വരണം. കർത്താവ് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ശുഭമാകും. ദൈവത്തോട് പ്രാർത്ഥിക്ക്. ഞാൻ വരാം മദർ, ഞാൻ വരാം. കർത്താവ് എന്നെ കൈവിടില്ല, എൻ്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല. അതെ, നമുക്ക് അങ്ങനെ തന്നെ വിശ്വസിക്കാം. മൈക്കിള് സമാധാനമായി പോയിട്ട് വാ.
ഉറങ്ങിയോടി? ഇന്ന് നേരത്തെയാണല്ലോ. ഇപ്പൊ കിടന്നതേ ഉള്ളൂ. നിനക്കെന്താ, നല്ല സുഖമില്ലേ? മുഖം വല്ലാതിരിക്കുന്നല്ലോ. ഏയ്, എനിക്കൊന്നുമില്ല. മമ്മിക്ക് വെറുതെ തോന്നുന്നതാ. എന്നാ മോള് കിടന്നു, ഞാൻ താഴേക്ക് പോവുക. മോളുടെ അനക്കൊന്നും കേട്ടില്ല, അതുകൊണ്ട് വന്നതേ ഉള്ളൂ. മമ്മി, ഞാൻ പൊയ്ക്കോട്ടെ മമ്മി. സ്നേഹമോളെ കൂട്ടി മൈക്കിളിനോടൊപ്പം ജർമ്മനിക്ക്. എന്താ മോളെ, എന്താ നീ ചോദിച്ചേ? ഈ മമ്മിക്ക് ഇത് വിശ്വസിക്കാവോ മോളെ? പപ്പയും മമ്മിയൊക്കെ ഞാൻ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരുടെ ഇഷ്ടം അതാണെങ്കിൽ ഞാൻ പോവാം മമ്മി. ഞാൻ പൊയ്ക്കോളാം. എന്റെ മോളെ, എന്റെ മാതാവേ, നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടല്ലോ. എന്റെ മോക്ക് നല്ല ബുദ്ധി തോന്നിപ്പിച്ചല്ലോ. ഞാനേ ഈ കാര്യം പോയി അച്ചായനോട് പറയട്ടെ. ഇച്ചായന് അറിയുമ്പോ എന്ത് സന്തോഷാവൂന്നറിയോ? എത്ര വേദനിച്ചതാ ആ പാവം. എന്റെ പൊന്നെ കുറിച്ച് മുത്തപ്പ, എനിക്കതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇച്ചായ, ഇച്ചായൻ അറിഞ്ഞോ? എന്നതാണ്? നമ്മുടെ പ്രാർത്ഥന കർത്താവ് കേട്ടു. ദേ, പള്ളിയിലേക്കുള്ള പൊൻകുരിശ് നാളെ തന്നെ കൊടുത്തേക്കണം. തനിക്ക് തന്നെ പറ്റടൂ. എന്നതാ കാര്യം? സമ്മതിച്ചു ഇച്ചായ, സമ്മതിച്ചു. ക്ലാര എല്ലാത്തിനും സമ്മതിച്ചു. അവൾ മൈക്കിളിനോടൊപ്പം ജർമ്മനിലേക്ക് പോകാൻ തയ്യാറാണെന്ന് എന്നോട് പറഞ്ഞു വെച്ചായ. ഉള്ളതാണോ മോളിക്കുട്ടി താനീ പറയുന്നത്? അതെ അച്ചായ, പാറേ മാതാവാണേ സത്യം. ഞാൻ എന്തിനാ ഇച്ചായനോട് കള്ളം പറയുന്നേ? എനിക്കിതങ്ങോട്ട് വിശ്വസിക്കാനേ കഴിയുന്നില്ലല്ലോ മോളിക്കുട്ടി. എനിക്കും ആദ്യം അങ്ങനെയായിരുന്നു. എന്റെ മനസ്സറിയാൻ വേണ്ടി ചോദിച്ചു എന്നാ ഞാൻ കരുതിയത്. പക്ഷെ അവള് കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത്. ഇതിന്റെ ക്രെഡിറ്റ് മുഴുവൻ മദറിനാ. മദർ സംസാരിച്ചോണ്ടല്ലേ. നമ്മൾ പഠിച്ച പണി 18 നോക്കിയിട്ട് വല്ലതും നടന്നോ? ആ മദറിന് എന്നാ കൊടുത്താൽ മതിയാവും എന്റെ കർത്താവേ. മദറിനെ വിളിച്ചൊന്ന് പറയണ്ടേ അച്ചായ? വേണ്ട, നമ്മളായിട്ട് ഒന്നിനും പോകണ്ട. ചിലപ്പോ ക്ലാര തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാകും. അത് നേരാ. എന്നതാ മോളിക്കുട്ടി പെട്ടെന്ന് താനങ്ങ് വല്ലാതായത്? എന്നതാണ്? ഒക്കെ നമ്മൾ ആഗ്രഹിച്ചിരുന്നതാണെങ്കിലും ഓർത്തപ്പോ ഒരു വിഷമം പോലെ. പോകുന്നു കേട്ടപ്പോ മനസ്സിന് വല്ലാത്തൊരു വിങ്ങൽ. ആ കുഞ്ഞിന്റെ കാര്യം ഓർക്കുമ്പോഴാ ആകെ സങ്കടം. ഇത്ര നാളും കളിയും ചിരിയും കൊഞ്ചലും ഒക്കെ ആയി നടന്നിട്ട് പെട്ടെന്ന് പിരിയാന്ന് ഓർക്കുമ്പോ. നമ്മൾ അതിനെക്കുറിച്ചൊന്നും ഇപ്പോഴും ഓർക്കണ്ട മോളിക്കുട്ടി. എല്ലാം നല്ലതിനാണെന്ന് മാത്രം ഓർത്ത് സമാധാനിക്കുക.